നമസ്കാരം, മാർവൽ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഫഷണൽ രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കുന്ന രണ്ട് കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. സോ ഈ ചാനൽ ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലിടും. സോ ഗൈസ്, നമ്മൾ മൊബൈലിലെ രണ്ട് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നെയിമാണ് പ്രോ ഷോട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ കാണുന്നതാണ് പ്രോ ഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് ഫോട്ടോസ് എടുക്കാനും നമുക്ക് സാധിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, കാരണം ഈ കാണുന്ന ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ടോ, നിങ്ങൾക്ക് ഈ AF എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് സ്വൈപ്പ് ചെയ്ത് നമുക്ക് സൂം ചെയ്ത് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ബാക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫോട്ടോസ് എടുക്കുന്ന സെക്ഷനിലോട്ട്, അല്ലെങ്കിൽ ക്യാമറ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ, നമ്മളിപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്ന സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്പീഡിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതുപോലെ താഴെ തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് ഓരോ സെറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ മേളത്തെ സെറ്റിങ്സ് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മേളത്തെ സെറ്റിങ്സിൽ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഗ്രിഡ് രണ്ട് ടൈപ്പാണ്. ഫസ്റ്റ് ഗ്രിഡ് നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറച്ച് പ്ലസ് മാത്രമേ കാണത്തുള്ളൂ. സെക്കൻഡ് ഗ്രിഡ് പ്രസ് ചെയ്യുവാണെങ്കിൽ ലൈനും കൂടെ കാണും. ഇനി ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ ലെവൽ 1, ലെവൽ 2 എന്ന് പറഞ്ഞ പൊസിഷൻസ് ഉണ്ട്. അതുപോലെ റേ ഉണ്ട്. റേ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോർമൽ റേ JPG ആക്കാം. അതുപോലെ 12+8 എന്ന് പറഞ്ഞാവും. JPG ആകുമെങ്കിൽ 8 മെഗാപിക്സൽ, റേ ആക്കുമെങ്കിൽ 12 മെഗാപിക്സൽ നമുക്ക് കിട്ടും. അവിടെ 12 മെഗാപിക്സലും പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇവിടെ കളറുണ്ട്. നിങ്ങൾക്ക് അതൊരു തീം, ക്യാമറയുടെ ഒരു തീം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഫസ്റ്റ് ഫോട്ടോയ്ക്കകത്ത് തന്നെ മോഡുണ്ട്. അതുപോലെ എക്സ്പ്ലോഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ലൈറ്റ് പ്രിൻറ്റിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ടൈമിങ്, സെക്കൻഡ്സ് ഒക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അത് വേണ്ടെങ്കിൽ നമ്മൾ നോ ഇടാം. പിന്നെ ടൈം ലൈവ്സ്കോപ്പ്, ഇതായാലും നോർമലി എല്ലാവർക്കും അറിയാം. ടൈം ലൈവ്സ്കോപ്പ് ചെയ്തിട്ട് ഇമേജ് എടുക്കാൻ FPS രീതിയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഷട്ടർ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പ്രോ വേർഷൻ, അല്ലെങ്കിൽ ഒരു പ്രോ വേർഷനിലാണ് ഈ കിടക്കുന്നത്. മറ്റൊരു നോർമൽ വേർഷനിലൊക്കെ നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ കുറേ അധികം ഡിഫറൻസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് 720 അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് 720 മുതൽ 4K വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ മേളിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ 4K ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുമ്പം സൈസ് കാണിക്കുന്നുണ്ട്. 37 MB, 277 MB എന്ന് വെച്ചാൽ 37 MB ഒരു പെർ സെക്കൻഡ് എന്നാണ് കിടക്കുന്നത്. 227 MB പെർ മിനിറ്റ് എന്നാണ് കിടക്കുന്നത്. നിങ്ങളൊരു മിനിറ്റ് റെക്കോർഡ് ചെയ്യുമെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ക്വാളിറ്റീസ് അല്ല, ഫയൽ സൈസ് വരുന്നത് 277 MB ആണ് വരുന്നത്. അതുപോലെ തന്നെ അത് ക്വാളിറ്റി നിങ്ങൾക്ക് HQ ആക്കാം. SHQ എന്ന് പറഞ്ഞ മോഡലിലോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഓട്ടോ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. C2, C1, മാനുവൽ, അങ്ങനെ പ്രോഗ്രാം, ഓട്ടോ. ഇപ്പോൾ ഓട്ടോയിലിട്ടാണ് നമ്മൾ മാനുവലി ഫോട്ടോ എടുക്കുന്നത്. മാനുവലി ഇട്ടിട്ട് വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരും. മാനുവലി ഇടുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ലൈറ്റിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡേ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നൊരു ഇതാണ്. ഷട്ടർ സ്പീഡ് നമുക്കിങ്ങനെ മാറ്റിയിടാം. ഇപ്പോൾ 1 to 1 അല്ലെങ്കിൽ ഒരു 15 ഇടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഷട്ടർ എടുക്കുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് ബ്ലാങ്ക് ആയിരിക്കും. ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് ബ്ലാങ്ക് ആയിരിക്കും. 15 ഷട്ടർ അടിച്ച് കഴിയുന്ന സമയം വരെ അത് ബ്ലാങ്ക് ആയിരിക്കും. അതിന് ശേഷമാണ് ഇവിടെ താഴെ ഒരു ലോഡിങ് നിങ്ങൾക്ക് കാണാം. ആ ലോഡിങ് കഴിഞ്ഞ ശേഷം മാത്രമേ ആ ഒരു ഇമേജ് വരത്തുള്ളൂ. ഇതിന് ശേഷം നിങ്ങൾക്ക് DNG ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഇവിടെ ഇല്ല. DNGയിൽ നിങ്ങളുടെ അടുത്ത ഇമേജാണ് കാണിക്കുന്നത്. കണ്ടോ, ആ ഇമേജ് ഇവിടെ ഇതായിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഇമേജ് ഷട്ടറിൽ എന്തോ ഒരു ഇത് കാരണം ആ ഇമേജ് അവിടെ കിട്ടിയിട്ടില്ല, എററായിപ്പോയി. ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രോ വേർഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റൂ.
പ്രോ ടേക്ക് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. രണ്ടിൻ്റെയും പേര് പ്രോ എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റിലത്തെ പേര് പ്രോ ഷൂട്ടും പ്രോ ടേക്കും സെക്കൻഡ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ പ്രോ ടേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാൻഡ്സ്കോപ്പ് രീതിയിൽ നിങ്ങൾക്ക് വരുന്നതാണ് പ്രോ ടേക്ക്. ഇവിടെ നിങ്ങൾക്ക് നോർമലി വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല. ഇവിടെ ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഷട്ടറിൻ്റെ കാര്യങ്ങൾ, അത് ISO നിങ്ങൾക്ക് ഇവിടെ മാറ്റാം, ഷട്ടർ മാറ്റാം. ഷട്ടർ ഇങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് എളുപ്പത്തിൽ ഇങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വെട്ടം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ആ ക്യാമറയിൽ അവിടെ അത്രയും വെട്ടം വന്നു. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഫോക്കസ് മാറ്റാം, ഓട്ടോ ഫോക്കസ് ആക്കാം, സൂം ചെയ്യാം, സൂം ഇങ്ങനെ ചെയ്തിടാം. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഇമേജസ് എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമ്മൾ പ്രോ വേർഷനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പ്രോ വേർഷൻ ഇവിടെ ലോക്കാണ്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. കാര്യം അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോ വേർഷൻ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ പ്രോ വേർഷൻ നമ്മളിപ്പോൾ ഒരു ഇയറിലേക്ക് നമ്മൾ എടുക്കേണ്ടത് $19.99 കൊടുക്കേണ്ടത്. അപ്പം ഇത്രയും ഡോളർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതൊരു 1 ഇയറിലേക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് ഇത് അൺലോക്ക് ആയി വരത്തുള്ളൂ. ഇതല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡ് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും മോഡ് റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം മോഡെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വിഷയമില്ലാത്തവർക്ക് അത് യൂസ് ചെയ്യാം. സെക്യൂരിറ്റി അത്ര ബുക്കിയായിട്ട് കൽപ്പിക്കുന്ന ഒരു മോഡ് എടുക്കാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം മോഡെന്ന് പറയുമ്പോൾ നമുക്ക് സേഫ് അല്ല. കാര്യം ഇവരുടെ തന്നെ ഒറിജിനൽ അല്ല, ഇതിൻ്റെ ഒറിജിനൽ കമ്പനിയെ വെട്ടിച്ചിട്ട് വരുന്നതാണ് മോഡ് വേർഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ക്യാമറ വൈഫൈ എന്ന് പറയുന്ന സംഭവം. നമ്മളിങ്ങനെ ഇത് ക്ലിക്ക് ചെയ്യുമെങ്കിൽ വൈഫൈയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മോണിറ്ററിലോട്ട് നമുക്ക് വൈഫൈ വഴി ഡയറക്റ്റ് ഇതിനകത്ത് എടുക്കുന്ന വീഡിയോസ് വൈഫൈ വഴി മോണിറ്റർ വഴി നമുക്ക് കണക്ട് ചെയ്ത് അതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. വൈഫൈ വീഡിയോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്കിങ്ങനെ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ കാണും, അതുവഴി കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡയറക്റ്റ് കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ല, ഈ ഒരു വീഡിയോ അത് നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയതാണ്. പിന്നെ ഇവിടെ മേളിൽ നിങ്ങൾക്ക് സെലക്ട് 1080 സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ FPS അല്ലെ MBPS നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ഇവിടെ രണ്ടുണ്ട്. ക്വാളിറ്റി 720 1080p പിക്സലാണ് കിടക്കുന്നത്. ഇങ്ങനെ ക്വാളിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. FPS അതുപോലെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ FPS ക്ലിക്ക് ചെയ്യാമെങ്കിൽ FPS നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഏത് FPS വേണമെന്ന് വെച്ചാൽ ആ FPS നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം പിന്നെ അതുപോലെ തന്നെ ഷട്ടറിൻ്റെ ഇത് സെലക്ട് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഷട്ടറിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ ലൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വൈറ്റ് ബാലൻസ് നിങ്ങൾക്ക് മാറ്റാം. ലെൻസ് പ്രസ് ചെയ്യുമെങ്കിൽ സെൽഫി വൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സെൽഫിയിൽ നോക്കുമെങ്കിൽ ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യും. അതല്ല നമ്മൾ വൈഡാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ബാക്ക് ക്യാമറയിലോട്ട് വരും. അത്രേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ കളർ അഡ്ജസ്റ്റാണ് ഈ കാണുന്ന ഒരു ടൂൾ. കളർ നമുക്കിവിടെ ഒരു ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ പ്രോട്ടേക്കിൻ്റെ തന്നെ സിനിമാറ്റിക് ലുക്കിലുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റിങ്സിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമാറ്റിക് ലുക്സിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. അതിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രീസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് അസിസ്റ്റൻ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. റെക്കോർഡിങ്ങിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഡാറ്റയിലൊക്കെ നിങ്ങൾക്ക് നിൽക്കുമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താലേ ബാക്കി ഓപ്ഷൻസ് സെറ്റിങ്സിൽ വരുന്നത്. കുറച്ചധികം സെറ്റിങ്സും കാര്യങ്ങളും ഈ ഒരു പ്രോട്ടേക്ക് എന്ന് പറഞ്ഞ ക്യാമറയ്ക്കകത്തുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സൂം ചെയ്യുന്നതിൻ്റെയും ഈ ലൈറ്റിങ്ങിൻ്റെയും നമ്മൾ ഇപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്താൽ ക്യാമറ ഇച്ചിരി ബ്രൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ലൈറ്റിങ്ങിൻ്റെ ഇത് ഓൺ ചെയ്യുമെങ്കിൽ ആ ബ്രൈറ്റിങ് വേട്ട് വരും. അതല്ല നോർമലി കിടന്നാൽ മതിയെങ്കിൽ നോർമലി. ഇനി നിങ്ങൾക്ക് പ്രോയിൽ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യം വരുന്നത്. പ്രോയിൽ വീഡിയോസ് എടുക്കുമ്പോൾ മാത്രം നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നത് ഈ ബട്ടൻ്റെ അവിടെ ഒരു ലോക്ക് വീണ് നടക്കുന്നതാണ്. ഇനി രണ്ടാമത് നമ്മൾക്ക് പ്രോ മാറ്റാം. ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ഷട്ടറിങ് കാര്യങ്ങളൊന്നും ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് അങ്ങനെയുള്ള കുറച്ച് പ്രൊഫഷണൽ രീതിയിലുള്ള ടൂൾസ് മാത്രം അവിടെ ഒഴിവാക്കിയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പിക്സൽസ് FPS ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ സിനിമാറ്റിക് ടൂൾ മാത്രം എടുക്കണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി നോർമലി നിങ്ങളെടുത്ത വീഡിയോസ് കാണാൻ സെറ്റിങ്സൊക്കെ നോർമലി തന്നെയായിരിക്കും. അതിലൊന്നും ചേഞ്ച് ഇല്ല.
പിന്നെ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ക്യാമറ മേലോട്ടും താഴോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വൈഫൈ ഷെയറിങ് എന്തായാലും അവർ ഈ ഒരു ടൂളിനകത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ 2 ആപ്ലിക്കേഷൻസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് അതുവഴി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പ്രോട്ടേക്കിനകത്തുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സൂം ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ സൂം ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഇതാണെന്ന് വെച്ചതുകൊണ്ട് ഈ സൂം ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. ഇത് മൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ സൂം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് പൊസിഷൻ വേണോ ആ പൊസിഷനിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതൊരു കിടിലം ഫീച്ചർ തന്നെയാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെച്ചിട്ട് ആ പൊസിഷൻ മാത്രം റെക്കോർഡ് ചെയ്യണം. അത്രയും സൂമിലായിരിക്കും കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനല്ല, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് പ്രോ ഷൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ പ്രോ ഷൂട്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് സൈസ് കേട്ടോ. എന്ന് വെച്ചാൽ 2.5 MB സൈസ് മാത്രമേ ഉള്ളൂ. കാര്യം അതിനകത്ത് ആവശ്യത്തിനുള്ള അധികം ടൂൾസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിൽ എടുക്കാനുള്ള ടൂൾസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ വില വരുന്നത് 490 രൂപയാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം. പക്ഷേ ഞാൻ പ്രോ ഷൂട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ചെയ്തത് പ്രോ ഷൂട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡ് അല്ലെങ്കിൽ ഫ്രീ വേർഷനായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഫ്രീ വേർഷനിൽ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കാര്യം നമുക്ക് ഇപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പൈസ കൊടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ ആരും എടുക്കത്തില്ല. കാര്യം ഈ 490 രൂപയ്ക്കൊക്കെ ചിലർ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ എടുക്കാൻ AC മാർക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് എടുക്കാം. സോ പ്രൊഫഷണൽ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ പ്രോ ഷൂട്ട് നല്ല രീതിയിൽ യൂസ് ആവുന്നുണ്ട്. അതെല്ലാം നല്ല വീഡിയോ റെക്കോർഡിങ്, ഇപ്പോൾ യൂട്യൂബിലോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കാം. ഇത് കൂടാതെ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം ഞാൻ അത് ഉപയോഗിച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് യൂട്യൂബിലേക്കുള്ളത്. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയാം. ഫിലിമിക് പ്രോ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അതിൻ്റെ വീഡിയോസ് ഞാൻ അല്ലാതെ ചെയ്യാം. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. കാര്യം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. കാര്യം അതിനകത്ത് ഒരുപാട് ടൂൾസ് കിടപ്പുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻ്റെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസൊക്കെ അറിയണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും. സോ എനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അടുത്ത ടെക്നോളജി വീഡിയോസുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.